എൻ്റെ അച്ഛനെ അവർ എന്തിനാണ് കൊന്നത്? എൻ്റെ അച്ഛൻ ആരെയും ഉപദ്രവിച്ചിട്ടില്ലല്ലോ. രാഷ്ട്രീയ വിരോധം കാരണം എതിരാളികളുടെ ജീവനെടുക്കുന്നവരുടെ കണ്ണു തുറപ്പിക്കുമോ ഹൃദയ എന്ന പെൺകുട്ടിയുടെ ചോദ്യം. കൊല്ലപ്പെട്ട രഞ്ജിത്ത് ശ്രീനിവാസന്റെ ഇളയ മകളാണ് ഹൃദയ. 15 പ്രതികൾക്കും വധശിക്ഷ ലഭിച്ചപ്പോൾ അതീവ സംതൃപ്തിയോടെയാണ് കുടുംബം കോടതി പരിസരത്തു നിന്നും മടങ്ങിപ്പോയത്. അത്യപൂർവമായ കേസായി കോടതി പരിഗണിച്ചെന്നും പോലീസ് മികച്ച രീതിയിലാണ് പ്രവർത്തിച്ചതെന്നും കുടുംബം പ്രതികരിച്ചു. എൻ്റെ അച്ഛൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലായിരുന്നു. എന്തേലും പ്രതികാരം ഉണ്ടെങ്കിൽ പ്രതികാരമുള്ളവർ ചെയ്യണം. ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ അച്ഛൻ എന്തിനാ ഒരു കൊല്ലുന്നത്? എൻ്റെ അച്ഛൻ ആരും ഉപദ്രവിക്കാത്ത ഒരാളാണ്. ഉറുമ്പിനെ പോലും അച്ഛൻ അറിഞ്ഞോട് ഉപദ്രവിച്ചിട്ടില്ല. അച്ഛൻ അത്രയും ക്രൂരമായിട്ട് കൊല്ലാനും വേണ്ടി എന്ത് പകയാ അച്ഛൻ ചെയ്ത്? ഒരു കാരണവും ഇല്ല. മാവേലിക്കര കോടതി വളപ്പിൽ നിന്നുയർന്ന ഈ ചോദ്യം സമൂഹ മനസാക്ഷിയെ ആകെ പൊള്ളിക്കുന്നതാണ്. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഹൃദയ എന്ന പെൺകുട്ടി അച്ഛന്റെ കൊലപാതകത്തിന് സാക്ഷ്യം വഹിച്ചത്. ഹൃദയയുടെ ചേച്ചിയും അമ്മ അഡ്വക്കേറ്റ് ലിഷയും രഞ്ജിത്തിന്റെ അമ്മയും സഹോദരനുമടക്കം വിധി കേൾക്കാൻ കോടതിയിലെത്തിയിരുന്നു. കൺമുമ്പിലെ അരുംകൊലയുടെ നടുക്കം വിട്ടുമാറിയിട്ടില്ലെങ്കിലും പ്രതികൾക്ക് പരമാവധി ശിക്ഷ ലഭിച്ചതിന്റെ സംതൃപ്തിയിലാണ് കുടുംബം. 770 ദിവസമായുള്ള കാത്തിരിപ്പിനാണ് അവസാനമായതെന്ന് രഞ്ജിത്തിന്റെ ഭാര്യ പ്രതികരിച്ചു. കുടുംബത്തിനുണ്ടായ നഷ്ടം ഏറെ വലുതാണെന്നും അഡ്വക്കേറ്റ് ലിഷ. കണ്ണടച്ചാലും ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡൈനിങ് റൂമിൽ കയറുമ്പോഴും ഞങ്ങൾക്ക് ആ സ്ഥലത്ത് ചവിട്ടാൻ പോലും പറ്റുന്നില്ല. അയ്യോ, എൻ്റെ ഏട്ടൻ വീണ് കിടന്ന സ്ഥലമാണ് എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് ആ സ്ഥലം ചവിട്ടാൻ പോലും പറ്റാത്ത രീതിയിലാണ് ഞങ്ങൾക്ക് ഓരോ സെക്കൻഡ് ബൈ സെക്കൻഡ് മുറിയിൽ കയറുമ്പോഴത്തേനും ഓർമ്മകൾ ഇങ്ങനെ. അതുകൊണ്ട് ലൈഫ് ലോങ് ഈ ട്രോമ ഞങ്ങളെ അങ്ങനെ തന്നെ പിന്തുടരും. പക്ഷെ അതിനിടയിലും ഞങ്ങൾക്ക് ദൈവത്തിന്റെ ഒരു ശക്തിയോളം യഥാർത്ഥ പ്രതികളെ ഞങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റി നിയമത്തിന് മുന്നിൽ. ആ ഒരു കാര്യം കോടതി സത്യം കണ്ടെത്തുകയും ചെയ്തു. കേസ് അത്യപൂർവമായതാണെന്നും വിധിയിൽ സംതൃപ്തിയുണ്ടെന്നും രഞ്ജിത്തിന്റെ അമ്മയും സഹോദരനും വ്യക്തമാക്കി. ഞങ്ങളുടെ നഷ്ടം തന്നെയാണ്, ജീവിതകാലം മുഴുവനുള്ള നഷ്ടം. എന്നാലും അവർക്ക് ശിക്ഷ കിട്ടിയല്ലോ എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. മോളും കാണും, മോളും കണ്ടിട്ടേ പോകുള്ളൂ. അമ്മയ്ക്ക് അതിനുള്ള ആയുസ് ഉണ്ടാവില്ല, പക്ഷെ മോളത് കണ്ടേ പോകുള്ളൂ. കാണണം, ദൈവം കാണിക്കണം. അത് ഈ വിടവെന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഇപ്പോഴും പിന്നെ ഓരോ മിനിറ്റിലും നമുക്ക് ഇപ്പോഴും എൻ്റെ ഫീലിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ സ്ഥിരം വീട്ടിലുണ്ടാകാറില്ല. അപ്പോൾ ഇപ്പോഴും ഏതോ മീറ്റിങ്ങിന് പോയി വൈകുന്നേരം തിരിച്ചു വരും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞങ്ങളൊക്കെ ഇരിക്കുന്നത്. ആലപ്പുഴ ജില്ലയിൽ തുടർച്ചയായി നടന്ന 3 രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ ഒടുവിലത്തേതായിരുന്നു രഞ്ജിത്ത് ശ്രീനിവാസന്റെ കൊലപാതകം. 2021 ഫെബ്രുവരി 24 വയലാറിൽ RSS പ്രവർത്തകൻ R നന്ദുകൃഷ്ണ കൊല്ലപ്പെട്ടു. പ്രതികാരമെന്ന വിധം ഡിസംബർ 18 രാത്രി SDPI സംസ്ഥാന സെക്രട്ടറി KS ഷാനെ മണ്ണഞ്ചേരിയിൽ കൊലപ്പെടുത്തി. പിറ്റേന്ന് പുലർച്ചെയാണ് രഞ്ജിത്ത് ശ്രീനിവാസനെ ആലപ്പുഴ വെള്ളക്കിണറിലുള്ള വീട്ടിൽ കയറി കുടുംബാംഗങ്ങളുടെ മുന്നിലിട്ട് വെട്ടിക്കൊലപ്പെടുത്തിയത്. DYSP NR ജയരാജിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം വിവിധ ജില്ലകളിൽ നിന്നാണ് പ്രതികളെ പിടികൂടിയത്. ന്യൂസ് 18 മാവേലിക്കര.